ഈ ലോകത്തിൻ്റെ സകലതും ദൈവത്തിൽ നിന്നും നമ്മെ മാറ്റുന്ന സകലതും ഒരു ബന്ധം. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വചനപ്രകാരം നോക്കുകയാണെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യം? ഇന്നത്തെ ലോകത്തിലെ മനുഷ്യർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം. പലരും സ്വാതന്ത്ര്യമില്ലാതെ പല രീതിയിലുള്ള അടിമത്തത്തിലായിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആർക്കും സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ അവർ പല രീതിയിലുള്ള അഡിക്ഷനോ പല രീതിയിലുള്ള സ്വഭാവത്തിന് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കൈമാറ്റപ്പെട്ട നെഗറ്റീവ് ബിഹേവിയേഴ്സ് അങ്ങനത്തെയൊക്കെ പല കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു മുതൽ മുതിർന്ന ആൾക്ക് വരെയും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിയെ നോക്കിയാൽ മതിയാകും. എന്ന് വെച്ചാൽ നമുക്കിന്ന് സ്വാതന്ത്ര്യമുണ്ട്, നടക്കാനും ഓടാനും യാത്ര ചെയ്യാനും, നമ്മളെ ആരും തടയാനോ പിടിച്ചു നിർത്താനോ ആരുമില്ല. എന്നാൽ അതിന് സ്വാതന്ത്ര്യമില്ലാതെ ഇപ്പോൾ ഒരു അംഗവൈകല്യമുള്ള ഒരാളെ സംബന്ധിച്ച് ആൾക്ക് തനിയെ ഒരിടത്ത് പോകാൻ സ്വാതന്ത്ര്യമില്ല, ഒരു കാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല, ആരുടെയെങ്കിലും ഹെൽപ്പ് കൂടിയെങ്കിലേ പറ്റൂ. മറ്റൊരു തരത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന ഒരാളോട് ചോദിച്ചെങ്കിലേ സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്തുവാണെന്ന് അറിയത്തുള്ളൂ. കാരണം തനിക്ക് ആഗ്രഹമുള്ളിടത്ത് പോകാൻ തനിക്ക് പറ്റത്തില്ല, ആഗ്രഹമുള്ള സ്ഥലത്ത് പോകാനോ കാഴ്ചകൾ കാണാനോ ഒന്നും പറ്റത്തില്ല. ഒരു തടവ് മുറിക്കകത്ത് ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയാണ്. ഇന്നും മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയമാണ് സ്വാതന്ത്ര്യം. എന്ന് വെച്ചാൽ ചുറ്റും നോക്കുമ്പോൾ എല്ലാ മനോഹാരിതകളും സമ്പത്തും എല്ലാ നിവർത്തീകരണങ്ങളും ഉണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ പലരോടും ചോദിച്ചാൽ പറയാം അവരൊരു തടവറയ്ക്കുള്ളിലാണ് ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൊരു ഫുൾഫിൽനെസ് ഒന്നിലും അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വചനപ്രകാരം നോക്കുകയാണെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യം? എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ലെവൽ അനുസരിച്ച്, പ്രായമനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവർ. ഇപ്പോൾ ഒരു കുഞ്ഞിനെ നോക്കിയാൽ കുഞ്ഞിന് ഓടാനും കളിക്കാനുമുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. ഒരു യൗവനക്കാരനെ നോക്കിക്കഴിഞ്ഞാൽ അവൻ യാത്ര ചെയ്യാനും കാഴ്ചകൾ കാണാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രായമായ ആളെ നോക്കിയാലും നമുക്കറിയാം, പ്രായമുള്ളവർ തന്നെ പോകാൻ ഒരു നല്ല പ്രായമുള്ള ഒരാളെ തന്നെ ഒരിടത്ത് വിടാൻ ബുദ്ധിമുട്ടാണ് മക്കൾക്ക്. അപ്പോൾ ആളും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഒറ്റയ്ക്കൊന്ന് പോകണം, പഴയതുപോലെ ഒന്ന് യാത്ര ചെയ്യണം, റെസ്റ്റോറൻറ്റിലൊക്കെ പോകണം, ഫുഡ് കഴിക്കണം. ഇതൊക്കെ അവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഓരോരുത്തരുടെയും വ്യത്യസ്തമായ ആവശ്യങ്ങളാണ്, വ്യത്യസ്തമായ നിലവാരത്തിലാണ് സ്വാതന്ത്ര്യത്തെ കാണുന്നത്. നമ്മൾ സ്വാതന്ത്ര്യം നോക്കുമ്പോൾ തന്നെ അതിൽ പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. ചിലർ സ്വാതന്ത്ര്യമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് അവരുടെ ഇഷ്ടത്തിന്, അതായത് തെറ്റായ വഴികളിൽ പോയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. മറ്റ് പലരും ചിന്തിക്കുന്നത് അവർക്ക് ശരിയായ വഴിയിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യം. അതെ, സ്വാതന്ത്ര്യം അധികമായി ദുരുപയോഗം ചെയ്യുന്നൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി വാദിക്കുമ്പോൾ തന്നെ ഈ സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടിയവരുടെ അവസ്ഥയൂടെ നമ്മൾ നോക്കണം. ഇപ്പോൾ ഒരു കുഞ്ഞിന്, ഇപ്പോൾ കുഞ്ഞുങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു തെറ്റ് കാണിച്ചാൽ ഇല്ലെങ്കിൽ ആകാത്തൊരിടത്ത് പോയാൽ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ശാസിക്കുവാനിടയാകും. അപ്പോൾ ശാസിക്കുന്ന ഉടനെ ആ കുഞ്ഞ് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കൊരു സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ആ കുഞ്ഞ് പറയുന്നത് കാര്യം, എനിക്ക് സ്വാതന്ത്ര്യം വേണം. ഇപ്പം ഭാര്യ കൂട്ടുകാരുടെ ഒപ്പം കറങ്ങാൻ പോയി, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തു, അവിടെ അവർ പരസ്പരം പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കെന്നെ സ്വാതന്ത്ര്യമില്ലേ. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അകത്ത് നിന്ന് വരുന്നൊരു വാക്കാണ് സ്വാതന്ത്ര്യമെന്നുള്ളത്. ഇപ്പം സഭയിലെ ഇപ്പം ആത്മീയ കാര്യത്തിലോട്ട് നമ്മൾ നോക്കിയാൽ, ചർച്ചിലേക്ക് വന്നാൽ സഭയിലെ ദൈവദാസന് ഇപ്പം ഒരു കാര്യം പറയുകയോ തെറ്റായ കാര്യത്തിന് ശാസന കൊടുക്കുമ്പോൾ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ആ ചർച്ചിൽ പോകുന്നു, അതുകൊണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ സ്വാതന്ത്ര്യമില്ലേ. ഇപ്പം നുകത്തിൻ കീഴെ അടിമയായിരിക്കുക എന്നുള്ളതല്ല. ദൈവം നമ്മെ ആരെയും ഇൻഡിപെൻഡൻ്റായിട്ട് സൃഷ്ടിച്ചിട്ടില്ല, എല്ലാവരെയും ഇൻ്റർഡിപെൻഡൻ്റായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാൾക്കൊരാളെ കൊണ്ട് ആവശ്യമുള്ളവാകത്തക്കവണ്ണം അധികാരങ്ങൾക്ക് കീഴ്പ്പെടത്തക്കവണ്ണമാണ് ദൈവം മനുഷ്യനെ
മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അധികാരങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ, ഭർത്താവ് എന്ന് പറയുമ്പോൾ, സഭയുടെ പാസ്റ്റർ എന്ന് പറയുമ്പോൾ ഒക്കെ ദൈവം നമ്മുടെ മീതെ ആക്കി വെച്ചിരിക്കുന്ന അധികാരങ്ങളാണ്. ആ അധികാരത്തിന് കീഴിൽ നമ്മൾ സുരക്ഷിതരാണ്. ഇപ്പോൾ ഒരു മാതാവും ആഗ്രഹിക്കുന്നില്ല, ഒരു പിതാവും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മകൻ പോയി നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ദൈവവചനം ഇങ്ങനെ പറയുന്നു, ബാലൻ്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടിയെ അതിനെ അവനിൽ നിന്നും അടിച്ചു വാരിക്കളയുമെന്ന്. അപ്പോൾ പ്രായത്തിൻ്റേതായ ബാല്യ ചാവല്യം ഒരു കുട്ടിയുടെ ഹൃദയത്തിലുണ്ട്. ആ കുട്ടി ആഗ്രഹിക്കുന്ന താല്പര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ, പുഴയിൽ നീന്താൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി അതിനുവേണ്ടി വാശി പിടിക്കും. എന്നാൽ ആ കുട്ടിയുടെ അപ്പനറിയാം, അമ്മയ്ക്കറിയാം ഈ പുഴ വളരെ ആഴമുള്ളതാണ്, എൻ്റെ കുഞ്ഞിനെ ഞാൻ ശാസിച്ചില്ലെങ്കിൽ ആ കുഞ്ഞിനെ ഒരു പക്ഷെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊരു എക്സാമ്പിളാണ്. ഈ ഒരു തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് ലൈഫ് എക്സ്പീരിയൻസ് പിതാവിനും മാതാവിനും കൂടുതൽ. അതുകൊണ്ട് അവർ ഉപദേശിക്കും, അവർ ശാസിക്കും, പോകുന്ന വഴി ശരിയല്ല. ഉടനെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് 18 വയസ്സായില്ലേ, പ്രായപൂർത്തിയായില്ലേ, ഇനി അപ്പനെ അനുസരിക്കേണ്ടതായിട്ടുണ്ടോ, അമ്മയെ അനുസരിക്കേണ്ടതായിട്ടുണ്ടോ, എനിക്കിഷ്ടമുള്ള വഴിയപ്പോൾ. ഒരിക്കലും ദൈവവചനം അങ്ങനെ പറയുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം എവിടെ നിന്നാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാം? നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടാമെന്നുള്ളതിനെക്കാട്ടിലും പല കാരണങ്ങളാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുവാൻ ഇടയാകും. ഇപ്പം ഭർത്താവിന് ഭാര്യയിൽ നിന്ന് ഇപ്പം സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ഒരു ലോകം, ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ഒരു ലോകം, ആ ലോകത്തിൽ നമ്മളെല്ലാം ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡിവോഴ്സിൻ്റെ എണ്ണം പെരുകുന്നത്. ഡിവോഴ്സിൻ്റെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്തുവാ? ഭാര്യ പറയുന്നത് എനിക്ക് ഭർത്താവിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം, ഭർത്താവ് പറയുന്നത് എനിക്ക് ഭാര്യയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്വാതന്ത്ര്യമല്ല ദൈവവചനം നമ്മെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മെ ദൈവവചനത്തിൽ ഏൽപ്പിച്ച അധികാരങ്ങളുണ്ട്. ഇപ്പം സഭയിലെ പാസ്റ്ററിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്നും പറഞ്ഞുകൊണ്ട് സഭ വിട്ടു പോകുന്ന പലരെ എനിക്കറിയാം. അവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇദ്ദേഹം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നു, ഇല്ലെങ്കിൽ ഇദ്ദേഹം ശാസിക്കുന്നു, തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നു, ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിരോധമാണ്. എന്നാൽ ഓർക്കുക, ആ ദൈവദാസൻ എന്തിനാണ് പറയുന്നത്? സഭയിലെ വിശ്വാസികൾ കുഴിയിൽ വീണു പോകരുത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ വീട്ടിൽ വിരുന്നിന് വരുന്ന ഒരാൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചുകൊണ്ട് നല്ല ചോക്ലേറ്റ് അല്ലെങ്കിൽ നല്ല ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും. അപ്പനും അമ്മയും മേടിച്ചുകൊണ്ട് കൊടുക്കില്ല. അപ്പനും അമ്മയും പലതും അവരുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞേ കൊടുക്കത്തുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ സൗഹൃദത്തിൻ്റെ പുറത്ത് അവർ വരുമ്പോൾ അപ്പനമ്മ കൊടുക്കുന്നതിനേക്കാൾ ഒരു പക്ഷെങ്കിൽ വിലപിടിപ്പുള്ളത് വല്ലപ്പോഴും വരുന്നവർ കൊടുക്കും. ഇതുപോലാണ് അപ്പനമ്മയും ശാസിക്കും, പക്ഷേ ഗസ്റ്റായിട്ട് വരുന്ന ആൻറ്റിയോ അങ്കിളോ ശാസിക്കത്തില്ല. അപ്പോൾ ഇവരെന്തോ ഇതുപോലെയാണ് ആത്മീയ കാര്യങ്ങളാണെങ്കിലും. വല്ലപ്പോഴും കാണുന്നവരും വല്ലപ്പോഴും ഫോൺ വിളിക്കുന്നവർക്കൊന്നും ഇവരെ ശാസിക്കേണ്ടതോ ഗുണീകരണം പറയേണ്ടതായ ആവശ്യമില്ല. അവർ വളരെ സ്നേഹത്തോടെ പറയും. പക്ഷേ സഭയുടെ പാസ്റ്റർ എന്ന് പറയുമ്പോൾ അത് അപ്പൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ തെറ്റ് കണ്ടാൽ ശാസിച്ചെന്നിരിക്കും, ശിക്ഷണം പറഞ്ഞെന്നിരിക്കും. അപ്പം ഈ കുഞ്ഞുങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ചിന്തിച്ചാൽ കുഞ്ഞിന് ആരായിരിക്കും ഹീറോ ആയിട്ട് നിൽക്കുന്നത്? കുഞ്ഞിന് ഹീറോ ആയിട്ടിരിക്കുന്നത് ഗസ്റ്റായിട്ട് വരുന്നവരായിരിക്കും. കാരണം കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്, ശാസിക്കുന്നില്ല. അപ്പൻ ശാസിക്കുന്നു. കാരണം എന്താ? ഈ കുഞ്ഞ് വഴി തെറ്റിപ്പോയാൽ, ഈ കുഞ്ഞ് അനുസരണമില്ലാതെ വളർന്നാൽ നാണക്കേട് വരുന്നത് അപ്പനാ, അല്ലേ? നാട്ടുകാരാണെങ്കിലും വിളിക്കുന്നത് അപ്പനെ അമ്മയും ചീത്ത പറയുന്നത്. ഒരിക്കലും ഗസ്റ്റായിട്ട് വല്ലപ്പോഴും വരുന്ന ആളെ ഒന്നും പറയുന്നില്ല. ഇപ്പം മറ്റുള്ളവരാണെങ്കിലും ചോദിക്കുന്ന, ഒരുത്തൻ്റെ ജീവിതത്തിൽ ഒരു താഴ്ച വന്നാൽ ചോദിക്കുന്നത്, ഇവൻ ഏത് ഫെലോഷിപ്പിലാണ് പോകുന്നത്, ആരാ ഇവൻ്റെ പാസ്റ്റർ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസ്റ്റർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. തൻ്റെ കൂടെയുള്ളവർ ആരും നശിച്ചു പോകരുത്, അവർ അനുഗ്രഹിക്കപ്പെടണം. ഇപ്പം ശാസനെ വെറുക്കുന്നവൻ മൂഢനാണെന്നാണ് വചനം പറയുന്നത്. മൂഢൻ ശാസനയെ വെറുക്കുന്നു. അവൻ ആരുടെ അഡ്വൈസ് വേണ്ട, എനിക്കെല്ലാം അറിയാമെന്നുള്ള മനോഭാവത്തിൽ പോകുന്നു. ഈ എല്ലാം അറിയാമെന്നുള്ള മനോഭാവത്തിൽ പോകുന്നവനാണ്
ഏറ്റവും കുഴിയിൽ വീഴുന്നത്. അതൊരു തരത്തിലുള്ള ബന്ധനമല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ അവർ സ്വാതന്ത്ര്യത്തിലല്ല, ശരിക്കും ബന്ധനത്തിലാണ്. അതെ, അവരുടെ ചിന്ത അതൊരു സ്വാതന്ത്ര്യമാണെന്ന്, അത് അവരുടെ ചിന്ത മാത്രമാണ്. പക്ഷെ ഒരു ആത്മീയ ബന്ധനമാണ് അത്. അവർ സത്യത്തിൽ ഒരു ബന്ധനത്തിൽ കിടക്കുകയാണ്. അവരത് തിരിച്ചറിയുന്നില്ല. അവരും പോകുന്നുണ്ട്. ഇപ്പോൾ അപ്പനെ അമ്മയും ധിക്കരിച്ച് അവർക്കിഷ്ടമില്ലാത്ത വഴികളിൽ കൂടെ ദൈവത്തെയും തള്ളിപ്പറഞ്ഞു പോയ പലരും ഉണ്ട്. ഞങ്ങളിപ്പോഴാണ് യഥാർത്ഥ ജീവിതം ജീവിക്കുന്നതെന്ന് അഭിമാനത്തോടെ പറഞ്ഞവരുണ്ട്. ആ പറഞ്ഞ പലരുടെയും കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, അങ്ങനെ സംഭവിച്ചു പോയി. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ അങ്ങനെ ഒരു കാര്യം കേൾക്കുവാനിടയായി. അപ്പനും അമ്മയും കാലെ പിടിച്ചു പറഞ്ഞിട്ടും അനുസരിക്കാത്ത ചില വിഷയങ്ങളിൽ, അവരുടെ ഭാവി സംബന്ധമായ വിഷയങ്ങളിൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറയുന്നു, ഞങ്ങൾ അന്ന് ആ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അബദ്ധത്തിൽ, ഈ ഒരു കുഴിയിൽ കിടക്കേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. അന്ന് ഒരു വാക്ക് അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് കോടതി കയറേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. ഇന്ന് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ കണ്ണുനീർ കുടിപ്പിക്കേണ്ട അവസ്ഥ വരുന്നില്ലായിരുന്നു. ആ ഒരൊറ്റ വാക്ക് അനുസരിച്ചിരുന്നെങ്കിൽ അന്ന് അവർക്ക് എവിടെ നിന്ന് സ്വാതന്ത്ര്യം വേണമായിരുന്നു? അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും സഭയുടെ പാസ്റ്ററിൽ നിന്നും സ്വാതന്ത്ര്യം വേണം. അവർ സ്വാതന്ത്ര്യം അന്വേഷിച്ച് പോയി, പക്ഷേ റിയാലിറ്റിയിൽ ചെന്നെത്തിയത് ബന്ധനത്തിലായിരുന്നു. അതെ, സ്വാതന്ത്ര്യം അന്വേഷിച്ചു പോകുമ്പോൾ അവർ ചിന്തിച്ചതുപോലെ ഒരു സ്വാതന്ത്ര്യമായിരുന്നില്ല. ഇപ്പം ഒരു ക്രൈം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആൾക്കറിയാം, ഞാൻ പിടിക്കപ്പെട്ട ജയിലിൽ പോകുമെന്ന് ആൾക്കറിയാം. പക്ഷേ ആളത് യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. എന്നാൽ ജയിലിൽ ചെന്ന് കഴിയുമ്പോഴാണ് താൻ തിരിച്ചറിയുന്നത് താൻ പുറത്ത് അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യം എത്ര വലുതായിരുന്നെന്ന്. ഇപ്പം മുടിയനായ പുത്രൻ അപ്പൻ്റെ ഭവനത്തിൽ നല്ല ആഹാരം കഴിച്ച് നല്ല ബെഡിൽ റെസ്റ്റ് എടുത്ത് അപ്പൻ്റെ മകൻ എന്ന നിലയിൽ ആ പദവിയിൽ ഇരുന്നപ്പോൾ അതിൻ്റെ വാല്യൂ എന്തെന്നറിഞ്ഞില്ല. എന്നാൽ തൻ്റെ അവകാശങ്ങൾ അപ്പനിൽ നിന്നും ചോദിച്ചു വാങ്ങി സ്വാതന്ത്ര്യം അന്വേഷിച്ച് ഇവൻ ദൂരദേശത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പണമുണ്ടായിരുന്നു, ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി, അന്ന് വരെ താൻ ചിന്തിക്കാത്ത റിലേഷൻസിലൊക്കെ പോയി പെട്ടു. അവസാനം ദേശത്തൊരു വലിയ ക്ഷാമമുണ്ടായി, കയ്യിലുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ സമ്പത്തുണ്ടായിരുന്നപ്പോൾ, ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടെ ചിരിച്ച ഫ്രണ്ട്സൊന്നും ഇവൻ കരഞ്ഞപ്പോൾ ഇവൻ്റെ കൂടെ കരയാനോ അവരുടെ സമയം പാഴാക്കാനോ അവർ തയ്യാറായില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിരിക്കുന്നവൻ്റെ കൂടെ ചിരിക്കാൻ, സ്വാതന്ത്ര്യം, ഫ്രീഡം സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവരും ഉണ്ട്. പക്ഷെ കരഞ്ഞപ്പോൾ ആ കണ്ണുനീര് കാണാൻ ആരും ഉണ്ടായില്ല. അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയേണ്ടി വന്നു. അവൻ ഒറ്റയ്ക്ക് തകർന്നവനായിരുന്നു. അവിടെയാണ് താൻ തിരിച്ചറിഞ്ഞത്, ഞാൻ അന്വേഷിച്ചതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം, അപ്പൻ്റെ ഭവനത്തിലായിരുന്നു എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നത്. ഈ ബോധത്തിലേക്ക് ഇവൻ വന്നത് എപ്പോഴായിരുന്നു? അവന് പന്നികൾക്ക് കൊടുക്കുന്ന വാളവര പോലും തിന്നാനില്ലാത്ത ഒരവസ്ഥയിൽ അവൻ കടന്നു വന്നു. അപ്പോഴവൻ ചിന്തിച്ചു, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്രയോ വേലക്കാർ ഭക്ഷണം കഴിച്ച് അവർ ശേഷിപ്പിക്കുന്നു, ഞാനാണെ പന്നിക്ക് കൊടുക്കുന്ന വാളവിര പോലും കഴിക്കാനില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ ചില സിറ്റുവേഷൻസിനെ താൻ കടന്നു വന്നപ്പോഴാണ് ഇന്നലകളിൽ താൻ അനുഭവിച്ച സ്വാതന്ത്ര്യം എന്താണെന്ന് താൻ തിരിച്ചറിഞ്ഞത്. ഇന്ന് പലരും മൂഢസ്വർഗത്തിൽ ഇങ്ങനെ സ്വാതന്ത്ര്യം അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവവചനത്തിൽ നോക്കുമ്പോൾ ദൈവം മനുഷ്യനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സൃഷ്ടിച്ചിട്ടില്ല. അധികാരങ്ങൾക്ക് കീഴടങ്ങത്തക്കവണ്ണമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഭർത്താവിൽ നിന്ന് സ്വാതന്ത്ര്യം അന്വേഷിച്ച് പോകുന്ന ഭാര്യയുണ്ട്, ഭാര്യയിൽ നിന്ന് സ്വാതന്ത്ര്യം അന്വേഷിച്ച് പോകുന്ന ഭർത്താവുണ്ട്. ഇപ്പോൾ നമ്മൾ മാട്രിമോണിയൽ സൈറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ കാണാൻ പറ്റുന്നൊരു കാര്യം, തൻ്റേതല്ലാത്ത കാരണത്താൽ ഡിവോഴ്സായ, അല്ലേ, സഹോദരൻ സഹോദരി എന്നൊക്കെ. ഒരിക്കലും ആരും തൻ്റേതായ കുറ്റം അംഗീകരിക്കാൻ തയ്യാറല്ല. മറ്റുള്ളവരുടെ മേൽ പഴി ചാരി കുറ്റം ചുമത്തി ആണ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അടിമനുകം നമ്മൾ ചുമക്കണമെന്നല്ല. ആമേൻ. നമുക്കെന്തിനും മാതൃക ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ കർത്താവാണ്. കർത്താവ് നമ്മെ എങ്ങനെ സ്നേഹിച്ചോ, കർത്താവ് നമുക്ക് എന്ത് മുൻമാതൃക കാണിച്ചോ, അങ്ങനെ നാം ഓരോരുത്തരും ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എങ്ങനെയായിരിക്കാം ഒരു വ്യക്തി അടിമനുഖത്തിൽ അകപ്പെട്ടു പോകുന്ന ഏതൊക്കെ റീസൺ കൊണ്ടായിരിക്കാം? അവൻ്റെ ജീവിതത്തിൽ പല റീസണുണ്ട്. ഇപ്പം മറ്റുള്ളവരോട് നമ്മൾ മുമ്പ് പറഞ്ഞു സ്വാതന്ത്ര്യം അന്വേഷിച്ച് പോയി
പല വഴികളിൽ തെറ്റിപ്പോയി അങ്ങനെ ഒരു രീതിയിൽ വന്നപ്പോൾ തന്നെ ബന്ധനത്തിലായിപ്പോയി. ഇപ്പം നമ്മൾ മുടിയനായ പുത്രനെ നോക്കുമ്പോൾ സ്വാതന്ത്ര്യം അന്വേഷിച്ചു പോയതാണ്, പക്ഷേ ബന്ധനത്തിലായിപ്പോയി. അതെ അതുപോലെ മറ്റ് പല റീസൺസ് കാരണം അടിമനുഖത്തിലാവുന്ന വ്യക്തികളില്ലേ? അതെ, തീർച്ചയായിട്ടും. മറ്റുള്ളവരുടെ കയ്പ് കൊണ്ട് സ്വയം ബന്ധിക്കപ്പെടുന്നവരുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത മനോഭാവത്താൽ. അവിടെ അങ്ങനെ വരുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് ഒരുത്തൻ പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. കർത്താവ് വന്നത് പീഡിതരെ സ്വതന്ത്രരാക്കാൻ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം വരുത്താനാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. അപ്പോൾ ആരും ബന്ധിക്കപ്പെട്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം വേണം. അത് ഈ ലോകത്ത് ദൈവം നമുക്ക് തന്ന അധികാരങ്ങളിൽ നിന്നല്ല. നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടത് പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം വേണം. ഏതൊരു രാജ്യത്ത് നാം ജീവിച്ചാലും അവിടുത്തെ ഭരണഘടനയ്ക്ക് കീഴ്പ്പെട്ടേ നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം ദൈവത്തിന് കീഴടങ്ങുവിൻ, സാത്താനോട് എതിർത്ത് നിൽക്കുവിൻ. അപ്പം ദൈവത്തിന് കീഴടങ്ങിയാൽ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി നമ്മൾ. ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്നവരായിത്തീരും. അങ്ങനെ സംഭവിക്കുമ്പോൾ സാത്താനോട്, ഇരുട്ടിൻ്റെ ശക്തികളോട് നമ്മൾ എതിർത്ത് നിൽക്കുവാനിടയാകും. അപ്പം ഏറ്റവും പരമപ്രധാനമായിട്ട് വേണ്ടത് ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്നുള്ളതാണ്. ഇന്നും ബന്ധനത്തിൽ കിടന്നുകൊണ്ട് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം എന്നെ മാനിച്ചു, ദൈവം എന്നെ മാനിച്ചു. ഇവരെന്താണ് ഈ മാന്യത കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഈ ലോകത്തിലെ കാറ് മേടിച്ചത് കൊണ്ടോ വീട് മേടിച്ചത് കൊണ്ടോ മാന്യതയുടെ പൂർത്തീകരണം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊക്കെ ദൈവത്തെ വിളിക്കാത്തവനും കിട്ടുന്ന കാര്യമാണ്. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവ് പറഞ്ഞു, പ്രവചനമോ നിന്നു പോകും, സ്നേഹം ഒരു നാളും നിന്നു പോകുന്നില്ല. മറ്റുള്ളവനെ സ്നേഹിക്കാനും മറ്റുള്ളവൻ്റെ ഭാരത്തിൽ ഒരു ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു അനുകമ്പ നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ വലിയ ബന്ധനത്തിലിരിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി ലോകപരമായിട്ട് ഒത്തിരി മാന്യതയിൽ ജീവിക്കുന്ന ഒത്തിരി സമ്പത്തുള്ളവർ, നല്ല ജോലിയുള്ളവർ, നല്ല വിദ്യാഭ്യാസമുള്ളവർ, അവരും പറയുന്നത് അവർ സ്വാതന്ത്ര്യത്തിലാണ്. എന്നാൽ ദൈവമക്കളെന്ന് പറയുന്നവരും അവർ ആത്മാവിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിലാണ്. അത് രണ്ടും രണ്ട് തരത്തിലുള്ള സ്വാതന്ത്ര്യമല്ലേ? തീർച്ചയായിട്ടും. ലോകപ്രകാരമല്ല ഉണ്ടെന്ന് പറയുന്നവർക്കെല്ലാം സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ചിന്തിക്കരുത്. അവർക്ക് പലതിനും പരിമിതികളുണ്ട്. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ച് പലതിനും പരിമിതികളുണ്ടെങ്കിലും അവനെ സംബന്ധിച്ച് കർത്താവ് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ആരോഗ്യപരമായി വയ്യാത്ത അവസ്ഥ, അല്ലെ സാമ്പത്തികമായി പരിമിതികളുള്ള അവസ്ഥ, ഇതിനകത്തെല്ലാം കർത്താവ് തൻ്റെ മക്കളെ ജയത്തോടെ നടത്തും. എന്നാൽ സമ്പത്തെല്ലാം വർദ്ധിക്കുന്നത് ദൈവം തന്ന സ്വാതന്ത്ര്യത്തെ ബേസ് ചെയ്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ലോകത്തിൻ്റെ പ്രഭുവും സമ്പത്ത് കൊടുക്കും. എന്നാൽ സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടത് എവിടെ നിന്നാണ് വേണ്ടത്? നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. അപ്പോൾ അന്യോന്യം സ്നേഹിക്കണം. കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കാണാത്ത ദൈവത്തെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവൻ കയ്പിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക. കണ്ടാൽ കൈ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ, നേരെ നോക്കാൻ കഴിയാത്ത അവസ്ഥ. അവനും പറയുന്നത് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന്. അവൻ എന്തുവായി അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയുന്നത്? എന്തുവാ? ഒരു ജോലി കിട്ടിയതോ ഒരു വീട് മേടിച്ചതോ ഒരു കാർ എടുത്തതോ കൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ ലോകത്തിലെ മാത്രം ശ്രദ്ധ വെക്കുകയാണെങ്കിൽ സകല മനുഷ്യരിലും ഞാൻ അരിഷ്ടനെന്നാണ് ഭക്തൻ പറയുന്നത്. അപ്പം ഈ ലോകത്തിലെ മാത്രമല്ല, നാം ഇവിടെ നേടിയതെല്ലാം ഇവിടെ ഇട്ടേച്ച് നാം പോകേണ്ടതാവുന്ന ഒരു സമയം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം നമുക്ക് സ്വാതന്ത്ര്യം വേണം, കയ്പിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളൊരു മനോഭാവം നമ്മളെ ഭരിക്കണം. നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു അഡിക്ഷൻ കാണാം. ഒരു കൂടുതൽ ആളുകളും ഒത്തിരി അഡിക്റ്റഡ് ആയിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അത് ഒരു തരത്തിലുള്ള ബന്ധനമല്ലേ? അവർ എഴുന്നേൽക്കുമ്പോഴും മൊബൈൽ ഫോൺ, കിടക്കുമ്പോഴും മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ടാബ്, ഐപാഡ്, ഇതൊക്കെയാണ് അവർക്ക് മനുഷ്യരോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻവോൾവ് ആവുന്ന കാര്യങ്ങൾ ഇതുപോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ്, ഇതൊക്കെയാണ്. അപ്പം അതും ഒരു തരത്തിലുള്ള ബന്ധനമല്ല? തീർച്ചയായിട്ടും അത് ബന്ധനമാണ്. ഈ ലോകത്തിൻ്റെ സകലതും, ദൈവത്തിൽ നിന്നും നമ്മെ മാറ്റുന്ന സകലതും
അതൊരു ബന്ധനം. ചില ഫ്രണ്ട്ഷിപ്പ് നമ്മെ ദൈവത്തിൽ നിന്ന് മാറ്റിക്കളയും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കും, നമ്മളിലെ ദൈവവചന ധ്യാനത്തെ സ്വാധീനിക്കും. അത് ആക്ച്വലി ഒരു ബന്ധനമാണ്. ഈ ചില സോൾട്ടൈകൾ, ഹൃദയബന്ധങ്ങൾ ദൈവത്തിൽ നിന്ന് അകറ്റുവാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിക്കോണം, അതൊരു മറ്റൊരു തരത്തിലുള്ള പൈശാചിക ബന്ധനം തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഗാഡ്ജറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു. പലപ്പോഴും നമ്മൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ഒരാളെ വിളിക്കാനോ ആയിരിക്കും നമ്മൾ ഫോൺ എടുക്കുന്നത്. പക്ഷേ എടുത്തു കഴിയുമ്പോൾ അതിലൊരു മെസ്സേജ് കണ്ടു, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കണ്ടു, നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ പോകും. നമ്മൾ തന്നെ അറിയാതെ നമ്മളെ വഴിതിരിച്ച് വിടുന്ന ഒരു സംഭവമാണ് ഈ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളെന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കി, അല്ലെ നമ്മൾ എന്താണെന്ന് നമ്മളെ സ്റ്റഡി ചെയ്തിട്ട് അതിന് പ്രകാരമുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ നമ്മുടെ മുമ്പിലോട്ട് തരുന്നത്. നമുക്കകത്ത് കയറാനുള്ള ഡോറേ ഉള്ളൂ, ഇറങ്ങിപ്പോകാനുള്ള ഡോറില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് ബന്ധിക്കപ്പെട്ടവനായി, കർത്താവിനോട് ചേർന്ന് ബന്ധിക്കപ്പെട്ടവനായി ഞാൻ പോകുന്നുവെന്ന്. അപ്പം യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചത് അൺകണ്ടീഷണലായിട്ടുള്ള ലവ്. ക്രിസ്തുവിനോട് ചേർന്ന് ബന്ധിക്കപ്പെട്ടവരായി പോവുകയാണെങ്കിൽ ക്രിസ്തു നമ്മെ പോകേണ്ട വഴിയെ ദൈവം നമ്മെ നടത്തും. നാം എഴുന്നേൽക്കുമ്പോൾ മുതൽ നാം ഉറങ്ങുമ്പോൾ വരെ കർത്താവിനോട് കൂടെ നടക്കുക. നാം ഒറ്റയ്ക്ക് നടക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പോകുന്ന വഴികളാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ എക്സാമ്പിൾ, ഒരുത്തൻ കള്ള് ഷാപ്പിൽ പോകാന്നിരിക്കട്ടെ, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, യേശുവിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, യേശു കള്ള് ഷാപ്പിൽ കയറുമോ? യേശു കള്ള് കുടിക്കുമോ? എൻ്റെ കൂടെ വന്ന് ഇരിക്കത്തില്ല. അപ്പോൾ യേശു പോകാത്തിടത്ത് ഞാൻ പോകത്തില്ല, യേശു ഇരിക്കാത്തിടത്ത് ഞാൻ ഇരിക്കത്തില്ല. ഇപ്പോൾ പേര് കൊണ്ട് ഒരുത്തൻ ക്രിസ്ത്യാനി എന്നതുകൊണ്ട് ഒരിക്കലും, പേരുകൊണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഭാവം വരുന്നില്ലെങ്കിൽ ഒരിക്കലും അവൻ ക്രിസ്ത്യാനിയായി ദൈവം അവനെ കണക്കിടുന്നില്ല. ഇപ്പോൾ ക്രിസ്ത്യാനിയായി സകലത്തിനും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ദൈവവചനം വച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങി പോകുമ്പോഴാണ് നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത്. അല്ലാത്തൊരു വ്യക്തി ഒരിക്കലും ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നില്ല. കാരണം വചനം പറയുന്നത്, സ്ത്രീയുടെ തല പുരുഷനും, പുരുഷൻ്റെ തല ക്രിസ്തുവും, ക്രിസ്തുവിൻ്റെ തല പിതാവാം ദൈവവുമാണ്. ഈ അധികാരത്തിന് കീഴിൽ ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. അല്ലാതെ അധികാരത്തോട് മത്സരിച്ച് മറുതലിച്ചു പോകുമ്പോൾ അവിടെ ദൈവനാമം മഹത്വപ്പെടത്തില്ല, ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടത്തില്ല. ഇന്ന് അനേക കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ ഒരു കാരണം മാതാപിതാക്കളോടുള്ള മത്സരം. അനേക കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം ഭാര്യ ഭർത്താവിനോടുള്ള മത്സരം, ഇന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോടുള്ള മത്സരം. ഇന്ന് അനേകർ ആത്മീയരെന്ന് പേര് പറയുന്നവർ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം സഭയുടെ പാസ്റ്ററോടുള്ള മത്സരം. അപ്പോൾ ഈ മത്സരം ഒരുവനിൽ ഉടലെടുക്കുമ്പോൾ തിരിച്ചറിയുക, അവനൊരു ബന്ധനത്തിലാണ്. കാരണം ദൈവസന്നിധിയിൽ നിന്ന് മാലാഖയ ലൂസിഫർ, എന്നാൽ ദൈവത്തിന് കിട്ടേണ്ട മഹത്വം എനിക്ക് വേണമെന്ന് അവൻ ചിന്തിച്ചപ്പോൾ, തന്നെത്താൻ ഉയർത്താൻ അവൻ ചിന്തിച്ചപ്പോൾ ദൈവം അവനെ വെട്ടി താഴെയിട്ടു. ഇപ്പം ക്രിസ്തുവിൻ്റെ ഭാവവും മറ്റുള്ള ഇതും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, കസേരയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയവനാണ് ലൂസിഫർ, കസേരയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കിയവന് അവനെ ദൈവം ചവിട്ടി താഴെയിട്ടു. എൻ്റെ ഭാഷയിലാണ് പറഞ്ഞത്, അവനെ ദൈവം ചവിട്ടി താഴെയിട്ടു. എന്നാൽ യേശു കർത്താവ് സ്വർഗത്തിലെ തൻ്റെ സിംഹാസനം വേണ്ടെന്ന് വെച്ച് ഈ താണഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്ത് ഈ താണഭൂമിയിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. അവൻ ശിഷ്യന്മാരുടെ കാല് കഴുകുവാനിടയായി. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം അതാ. അവൻ കസേരയ്ക്ക് വേണ്ടിയോ ഒന്നും നിന്നില്ല, അവൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനെ. എന്നാൽ ലൂസിഫറിൻ്റെ ഭാവം, അവൻ എപ്പോഴും സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചു, അതിനുവേണ്ടി അവൻ വാദിച്ചു, അവനെ ദൈവം ചവിട്ടി പുറത്താക്കി. ഇന്നും പലയിടത്തും പ്രശ്നം. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ റീസൺ എന്താ? ഞാനാണ് വലുത്, നീയാണ് വലുത്. താണു കൊടുക്കാൻ വയ്യ, ക്രിസ്തുവിൻ്റെ ഭാവമില്ല. ഇവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പക്ഷേ അകത്തെ മനോഭാവം എന്തുവാ? കീഴ്പ്പെടാൻ വയ്യ. ഈ മേഖലകളിലെല്ലാം നമ്മൾ കർത്താവിന് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ചൊരു താഴ്മ, അത് ക്രിസ്തുവിൻ്റെ ആ ഒരു ക്യാരക്ടർ റിഫ്ലക്റ്റ് ചെയ്യാൻ. ഇപ്പം എത്ര അന്യഭാഷ പറഞ്ഞാലോ കൈയടിച്ചാലോ ഉപവസിച്ചാലോ അവൻ്റെ ജീവിതത്തിൽ വിടുതൽ കിട്ടണമെങ്കിൽ, വിടുതൽ പൂർത്തിയായെന്നൊന്നും ഞാൻ പറയത്തില്ല, വിടുതൽ കിട്ടണമെങ്കിൽ ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴടങ്ങണം.
ഇപ്പോൾ കുടുംബത്തിൽ ഭർത്താവിൻ്റെ അധികാരത്തിന് കീഴടങ്ങണം, സഭയിൽ പാസ്റ്ററിൻ്റെ അധികാരത്തിന് കീഴടങ്ങണം. ഈ മറുത്തു മത്സരിക്കുന്ന ഒരു മനോഭാവം കുടുംബത്തിൽ രൂപപ്പെടുമ്പോൾ ഓർത്തോ, ലൂസിഫറിൻ്റെ ഇൻഫ്ലുവൻസ് അത്. ക്രിസ്തുവിൻ്റെ മനോഭാവം അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായിരുന്നു. അവൻ ആരെയും കുറ്റം പറഞ്ഞില്ല, ആരെയും ദ്വേഷിച്ചില്ല, ആരെയും അവൻ തള്ളിക്കളഞ്ഞില്ല. ക്രൂശിലെ മരണത്തിലും കർത്താവ് പറഞ്ഞത്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറഞ്ഞത്. അപ്പം മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളൊരു മനോഭാവം അത് ക്രിസ്തുവിൻ്റെ മനോഭാവമാണ്. വൈരാഗ്യത്തോടെ മറ്റുള്ളവനെ നശിപ്പിക്കാൻ നോക്കുന്നത് അവൻ അറിയുന്നില്ല, അവനൊരു വലിയ ബന്ധനത്തിൽ കിടന്നുകൊണ്ടാണ് വേറൊരുത്തൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നതെന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവൻ തന്നെത്താൻ നശിച്ച് താണു പോകുവാനിടയാകും. അതൊരിക്കലും ക്രിസ്തീയമല്ല, അത് പൈശാചികമാണ്. പേരൊരു പക്ഷേ ക്രിസ്ത്യാനിന്നായിരിക്കാം, ഇവന് ഉപവസിക്കാം, ഇവൻ കൈയടിക്കുക, അന്യഭാഷ പറയാം, പക്ഷെ അതിലൊന്നും ദൈവം പ്രസാദിക്കത്തില്ല നിശ്ചയമായിട്ടും. ഇങ്ങനെയുള്ള അടിമത്തത്തിലുള്ളവർ അവർ തന്നെ തിരിച്ചറിയുന്നില്ല അവരൊരു അടിമത്തത്തിലാണ്. ഞാനതിൽ നിന്ന് ഒരു മാറ്റം വേണം എന്നവർക്ക് ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവില്ല. കാരണം അവരൊരു ബന്ധനത്തിൽ കീഴിലാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെ പുറത്തു കൊണ്ടുവരാം? ഒന്നാമത് ഇപ്പോൾ കെട്ടിയിട്ട് ഒരു ആട്ടിൻകുട്ടിയെ, ഒരു കഴുതക്കുട്ടിയെ സംബന്ധിച്ച് ഇത് കെട്ട് മുറുകുമ്പോൾ ഇത് തിരിഞ്ഞു കറങ്ങും. കുറ്റിമൂട്ടിൽ കെട്ട് മുറുകുമ്പോൾ ഇത് തിരിഞ്ഞു കറങ്ങുമ്പോൾ ഇത് ലൂസായി വരും. അപ്പോൾ ഇതിൻ്റെ വിചാരം എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. പക്ഷെ കുറേ വട്ടം കറങ്ങിക്കഴിയുമ്പോൾ ഇത് വീണ്ടും ടൈറ്റാവും. അപ്പോൾ അത് തിരിഞ്ഞു കറങ്ങും. അതാ വിഷയം. ഇതിനകത്തുനിന്ന് പുറത്തു വരണമെങ്കിൽ എനിക്കൊരു വിടുതൽ വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കണം. ആ വ്യക്തി ആഗ്രഹിച്ച് കർത്താവിങ്കൽ ശരണപ്പെടുവാൻ തയ്യാറാകണം. തൻ്റേതായ അവസ്ഥകളെ വിട്ടുകളയാൻ തയ്യാറാകണം. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു തിരിച്ചറിവല്ലേ? അതെ. പക്ഷെ ഒരിക്കലും ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതൊരിക്കലും അവരെ ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല. ഞാൻ ചെയ്യുന്നതാണ് ശരിയെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവനെ തിരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം മുടിയനായ പുത്രന് തിരിച്ചറിവ് വന്ന എപ്പോഴാണ്? അവനൊന്നും കിട്ടാതെ, അവൻ പന്നിയുടെ തീറ്റ പോലും കിട്ടാതെ, പന്നി കഴിക്കുന്നത് പോലും തിന്നി വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ അതുപോലും കിട്ടാതെ വന്നപ്പോഴാണ് അവൻ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ചിന്ത വന്നത്. അപ്പോൾ ഈ മനോഭാവമുള്ള ചിലതിനെ ദൈവം അനുവദിച്ച് ചിലതിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. അവർ കഷ്ടതയ്ക്കോ ഒക്കെ ദൈവമായിട്ട് ഏൽപ്പിക്കുന്നതുണ്ട്. കാരണം എന്തിനാ? അവർ നശിച്ചു പോകാനല്ല, ഇവർ മടങ്ങി വരണം. ഏതപ്പനെ തള്ളിപ്പറഞ്ഞു ആ അപ്പനിലേക്ക് അവർ മടങ്ങി വരണം. ഇന്നും ക്രിസ്തീയ സമൂഹത്തിലും അനേകരുടെ മനോഭാവം മാറാനുണ്ട്. കാണുന്ന സഹോദരൻ ഇപ്പോൾ എൻ്റെ ഡിനോമിനേഷനിൽ പെട്ട ഒരാളല്ല, അപ്പോൾ എന്തു ചെയ്യുന്നത്? കൈ കൊടുക്കത്തില്ല, മാറി നിന്ന ആളെക്കുറിച്ച് കുറ്റം പറയും. ഇപ്പോൾ വേറൊരു സഹോദരൻ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ചിലരെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, അലിഗേഷൻ പറയാനായിട്ടൊരു ഗ്രൂപ്പിനെ പറഞ്ഞാക്കിയേക്കുക. ഇവരിലൊക്കെ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്നും ഇവരേത് ആത്മാവിന് അധീനരാണെന്നും ഇവരറിയുന്നില്ല. ഈ പറഞ്ഞു പരത്തുമ്പോൾ ഇവരുടെ ചിന്ത ഞങ്ങളെന്തോ സാധിച്ചത്, പക്ഷേ ഇവർ ബന്ധനത്തിലായിരിക്കുന്നത്. ഈ ബന്ധനം അഴിയണമെങ്കിൽ മനം പുതുക്കി രൂപാന്തരപ്പെടണം, ഹൃദയത്തിന് രൂപാന്തരം വരണം, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. കഴുകൽ പ്രാപിച്ച് മടങ്ങി വരാൻ ഒരുത്തന് മനസ്സുണ്ടെങ്കിൽ ഏത് വലിയ ബന്ധനത്തിലാണെങ്കിലും വിടുവിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. അവനൊരിക്കലും ഒരാൾ നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. അവനെ കർത്താവ് വിടുവിക്കും. അതായിരുന്നു മുടിയനായ പുത്രനുണ്ടായ ഒരു തിരിച്ചറിവാണ് ഈ നാളുകളിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയത്. അതെ, അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ ഉള്ള ഒരു മനോഭാവം, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളൊരു മനസ്സ്, ഞാനാണ് ശരിയെന്നുള്ള മനോഭാവം വിട്ട് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ്. ചിലർക്ക് ദൈവം അവരുടെ വിദ്യാഭ്യാസമാണ്, ചിലർക്ക് ദൈവം അവരുടെ സൗന്ദര്യമാണ്, ചിലർക്ക് ദൈവം അവരുടെ ജോലിയാണ്, ചിലർക്ക് സമ്പത്താണ് ദൈവം. യഥാർത്ഥ ദൈവത്തെ അവരാരും കാണുന്നില്ല. അപ്പം മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇന്ന് തനിക്കുള്ള പണവുമായി ഇല്ല തനിക്കുള്ള വിദ്യാഭ്യാസവുമായി കമ്പയർ ചെയ്യുന്നവരുണ്ട്. സത്യത്തിൽ ഇവരെ ദൈവവചനപ്രകാരം നമ്മൾ നോക്കിയാൽ അല്പന്മാരെന്ന് വേണം പറയാൻ. വചനം പറയുന്നത് ജ്ഞാനിയെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, ബലമായതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനതയെ തിരഞ്ഞെടുത്തു. ദൈവം ഈ ലോകത്ത് ഉപയോഗിച്ചതിൽ ഭൂരിഭാഗം പേരും
ഒന്നുമില്ല എന്ന് ലോകം വിധി എഴുതിയവരെയാണ്. ഒരു കഴിവില്ലാത്തവരാണ്. ഒരു കഴിവുമില്ലാത്തവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. യേശു തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തതും ഈ ലോകത്തിലെ ജ്ഞാനികളെയും താർക്കികന്മാരെയും ഒന്നുമല്ല, സാധാരണക്കാരായിട്ടുള്ളവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. പൗലോസ്ലീഹ ആണെങ്കിലും ജ്ഞാനിയായിരുന്നു, പക്ഷെ തൻ്റെ ജ്ഞാനമെല്ലാം അടിയറ വെപ്പിച്ചിട്ടാണ് കർത്താവ് തൻ്റെ വേലയ്ക്കായി ഉപയോഗിച്ചത്. അരയോപക കുന്നിന്മേൽ വെച്ച് തൻ്റെ ജ്ഞാനം വെച്ച് താൻ സമ്പാദിച്ചു. എന്നാൽ ഒരു വ്യക്തി പോലും വിടുവിക്കപ്പെട്ടില്ല. ആമേൻ. ഒരു വ്യക്തി പോലും സമർപ്പിക്കപ്പെട്ടില്ല. എന്നാൽ പത്രോസ്ലീഹ ഒരു പ്രസംഗത്തിൽ 3000-ഓളം പേർ മാനസാന്തരപ്പെട്ടു. അവർ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് സഭയോട് ചേരുവാനിടയായെന്ന് പറയുന്നു. അപ്പോൾ ഒരുവൻ ഇരിക്കുന്ന ബന്ധനം ഇപ്പം അക്ഷരികമായൊരു ജയിലല്ല, അക്ഷരികമായൊരു തടവറയല്ല ബന്ധനമെന്ന് പറയുന്നത്. ഈ ലോകത്തിലായിരിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളോടെയും, വിദ്യാഭ്യാസമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ സൗകര്യങ്ങളോടെയും ജീവിക്കുമ്പോൾ അവൻ്റെ സ്വന്തമായിട്ടുണ്ടാക്കുന്ന തടവറ, സ്വതസിദ്ധമായ തടവറ, അവൻ്റെ ചിന്തകളിലൂടെ, പ്രവർത്തികളിലൂടെ തന്നെത്താൻ ബന്ധിക്കുകയാണ്. അതിനകത്തു നിന്ന് പുറത്തു വരണമെങ്കിൽ അവൻ കർത്താവിനായി ഹൃദയം കൊടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ പലരെയും പല തരത്തിലുള്ള അഡിക്ഷനിൽ നിന്ന് മാറ്റാനായിട്ട് ലോകപ്രകാരം, അതായത് എങ്ങനെ നമ്മുടെ ബ്രെയിനെ നമ്മളെങ്ങനെ ട്രെയിൻ ചെയ്യാം, അതായത് നമുക്ക് ഈ അഡിക്ഷനിൽ നിന്ന് എന്ത് അഡിക്ഷൻ ആയിക്കോട്ടെ, ഇപ്പം ഒരുപക്ഷെ മൊബൈൽ ഫോണിനോടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോടുള്ള അഡിക്ഷൻ ആയിക്കോട്ടെ, അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കൊണ്ടുവരാമെന്ന് ബ്രെയിനെ എങ്ങനെ ട്രെയിൻ ചെയ്യാം എന്ന് നമ്മൾ ഒത്തിരി നമുക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. പക്ഷേ അത് യഥാർത്ഥമായിട്ട് നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് തീരുന്ന അല്ലെങ്കിൽ മാറ്റാൻ പറ്റുന്ന ഒരു ശീലമാണോ ഈ അഡിക്ഷൻ? ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു മസിൽ പിടുത്തം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സിറ്റുവേഷനിൽ കടന്നു വരുമ്പം നമ്മൾ പിന്നെയും ഈ ഒരു അഡിക്ഷനിലേക്ക് പിന്നെയും കടന്നു വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ദൈവവചനം പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അതിന് നമ്മെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ബ്രെയിനെ ട്രെയിൻ ചെയ്യാനല്ല, ദൈവവചനം ഇങ്ങനെ പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. ദൈവവചനം അനുസരിച്ച്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് അവനെ നമ്മൾ ഫോളോ ചെയ്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്യും, എവിടെ പോകണം, എന്ത് ചെയ്യണമെന്നുള്ളത്. കാരണം ഇപ്പം മദ്യപാനം നിർത്താനായിട്ട് ട്രീറ്റ്മെൻറ്റിന് പോയ പലരും കുറച്ച് 10 ദിവസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന അവസ്ഥ. ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും തുടങ്ങിയ അവസ്ഥയുണ്ട്. കാരണം എന്താ? അതെല്ലാം ജഡത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അവരുടെ മനസ്സിനൊരു രൂപാന്തരം വരും, ആത്മാവിലൊരു വ്യത്യാസം വരുന്നില്ല, അവർക്ക് യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അതെ, അതിനൊരു കാര്യമേ ഉള്ളൂ, യേശു കർത്താവിനെ നമ്മുടെ എല്ലാ ഏരിയയിലെയും യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിലേക്ക് കൊണ്ടുവരണം. എല്ലാ ദിവസവും നമ്മുടെ ചിന്തകളെ, നമ്മുടെ നോട്ടത്തെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ പ്രവൃത്തിയെ, നമ്മുടെ നടപ്പെല്ലാം യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിലേക്ക് കൊണ്ടുവരണം. കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നീയാണ് എൻ്റെ യജമാനൻ, നീ എന്നെ നയിക്കണം. അങ്ങനെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ അവൻ്റെ രക്തത്താൽ കവർ ചെയ്യപ്പെട്ടവരായി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നമ്മൾ ആഗ്രഹിച്ച് ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്യുവാനിടയാകും. യെശയ്യാവ് 61 പറയുന്നു, ബദ്ധന്മാർക്ക് വിടുതൽ നൽകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത്. അതെ, ആ വചനത്തിൻ്റെ പ്രത്യേകത ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് അനുസരണമായി വചനം പ്രവർത്തിക്കുവാനിടയാകും. ഇന്നത്തെ ലോകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബന്ധനമാണ് ഈ പറഞ്ഞ പോലെയുള്ള സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ പോണോഗ്രഫി, അങ്ങനെ യൂട്യൂബ് ആൽഗോറിതം നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണോ ഏറ്റവും കൂടുതൽ കാണുന്നത് അതായിരിക്കും പിന്നെയും അതെ അതിൽ പിന്നെ അതാണ് ഒരു തടവറയിൽ യൂട്യൂബ് മാത്രമല്ല, ഫേസ്ബുക്കിലാണെങ്കിലും നമ്മൾ എന്തിനോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നോ അത് പിന്നെയും നമുക്ക് കൂടുതലായിട്ട് അത് തന്നെ വന്നുകൊണ്ടിരിക്കും. അതെ, ഇന്ന് ഈ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, എവിടെയാണ് സ്വാതന്ത്ര്യമില്ലാത്ത, സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ ആവശ്യത്തിൽ കൂടുതലെന്ന് എല്ലാവരും ചിന്തിക്കും. പക്ഷേ കാര്യങ്ങളെ കാര്യകാരണസഹിതം നമ്മൾ മനസ്സിലാക്കി വരുമ്പം
ഒന്നല്ലേ മറ്റൊരു തരത്തിൽ തടവറയില എല്ലാവരും. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം നിമിത്തം അല്ലെങ്കിൽ ഇന്ന് ടെക്നോളജി ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ പലതിനും അടിമകളാണ്. ഇന്ന് മദ്യത്തേക്കാൾ മയക്കുമരുന്നിനേക്കാൾ അഡിഷൻസാണ് സോഷ്യൽ മീഡിയ പോലെയുള്ളതിന്. ഇപ്പം അവരോട് പറയുക നിങ്ങൾക്ക് അതിനകത്തുനിന്ന് പുറത്തു വരാൻ പറഞ്ഞാൽ പലർക്കും അത് വിട്ട് കളയാൻ പറ്റത്തില്ല. അവരറിയുന്നില്ല അവരേത് തടവറയിലാണെന്നുള്ളത്. ഇപ്പോൾ ആത്മീകമായിട്ട് നോക്കിയാലും ഈ ലോകപരമായിട്ട് നോക്കിയാലും പലരും പല തടവറയില്ല. ഇത് തിരിച്ചറിഞ്ഞ് എനിക്കൊരു സ്വാതന്ത്ര്യം വേണമെന്ന് ആരാഗ്രഹിക്കുന്നോ അവരെ വെടിവെപ്പാനാ കർത്താവുള്ളത്. പലരും അത് തിരിച്ചറിയുന്നുണ്ടെങ്കിലും അതിനകത്തുനിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്കത് വിട്ട് കളയാൻ, ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ ഭയങ്കര അവരുടെ സമയം വെറുതെ പോകുമല്ലേ. മണിക്കൂറുകളാണ് സോഷ്യൽ മീഡിയയിൽ, റീൽസിൽ ഒക്കെ ഓരോരുത്തർ കളയുന്നത്. ആ സമയം അവർക്ക് എന്തെല്ലാം ഫലപ്രദമായ മറ്റു കാര്യങ്ങളുണ്ട്. 5 മിനിറ്റ് എന്നും പറഞ്ഞ് കയറുന്നതാണ്, പക്ഷേ മണിക്കൂറുകളായാൽ കഴിയത്തില്ല. അതുപോലെ തന്നെ അവിടെ സംഭവിക്കുന്ന കാര്യം അവരൊരു തടവറയിലാണെന്നുള്ള വസ്തുത അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ പല പേരൻസും പറയാറുണ്ട് മൊബൈലുമായിട്ട് ഇല്ലെങ്കിൽ ഐപാഡുമായിട്ട് റൂമിൽ കയറി കതകടച്ചു, എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ആ കുഞ്ഞിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു യൗവനക്കാരനെ സംബന്ധിച്ച് പുറത്തൊരു വലിയ വിശാലമായ ലോകം അവൻ ആസ്വദിക്കാനുണ്ട്. അതിൻ്റെ പ്രകൃതി ഭംഗി കാണാൻ, അല്ലെങ്കിൽ അവന് ഉള്ള ടാലൻറ്റുകൾ വ്യാപാരം ചെയ്യാനുള്ള അനേക സാഹചര്യങ്ങൾ അവൻ്റെ മുമ്പിലുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഐപാഡ് ഉപയോഗിക്കുന്ന അവരെ മറ്റ് പലതിലേക്കും ഡൈവേർട്ട് ചെയ്ത് അവരെ മറ്റ് പലതിൽ എൻഗേജ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ അവർക്ക് അത്ര അഡിക്ഷൻ വരത്തില്ല. തീർച്ചയായിട്ടും. പക്ഷേ മാതാപിതാക്കൾ അവർ എനിക്ക് കുറച്ച് ടൈം, എനിക്ക് എൻ്റേതായിട്ടുള്ള ടൈം വേണം, അതുകൊണ്ട് കുഞ്ഞിനെ ഒന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റിയിരുത്താൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന ഫോൺ അല്ലെങ്കിൽ ആ മൊബൈൽ ഫോണൊന്നും മാറ്റി നോക്ക്, ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. കാരണം ആ കുഞ്ഞു പോലും അറിയാതെ മാതാപിതാക്കൾ ആ കുഞ്ഞിന് വേണ്ടി ഒരു തടവറ ഉണ്ടാക്കി അതിനകത്ത് ഇരുത്തിയേക്കും. അതാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. മൊബൈൽ ഫോൺ മാറ്റി നോക്ക്, കുഞ്ഞിന് ബോറടിക്കുമെന്ന് പറയും, ഭാരപ്പെടുന്നെന്ന് പറയും. സത്യത്തിൽ ബോറടിക്കട്ടെ. ബോറടിച്ചു കഴിയുമ്പോൾ അവൻ തന്നെ മറ്റൊന്നിലേക്ക് ഡൈവേർട്ടാകും. അതിലേക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സംഗീതത്തിലേക്ക്, മ്യൂസിക്കും ഇൻസ്ട്രുമെൻസും ഒക്കെ യൂസ് ചെയ്യാനും അവരെ അഭ്യസിപ്പിക്കാൻ, അപ്പം ഇതിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾ മെൻ്റലിയും അതുപോലെ എല്ലാ മേഖലയിലും അവർക്കതൊരു ബ്ലെസ്സിങ്. അല്ലെങ്കിൽ പലതരത്തിലുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അതെ, അല്ലെങ്കിൽ നമുക്ക് ബൈബിൾ വായിക്കാൻ കുറച്ച് ടൈം ബൈബിൾ വായിക്കാനായിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് ബൈബിൾ വായിച്ചിട്ട് ക്യൂസ് ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക അതിന് ആൻസർ പറയുമ്പം. അങ്ങനത്തെയൊക്കെ പല കാര്യങ്ങളും ചെയ്ത് കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതെ, അത് സത്യത്തിൽ മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന തടവറയുണ്ട്. കാരണം മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്കില്ല. അവരുടെ ചിന്ത ഞാൻ ഓടുകയോ അധ്വാനിക്കുകയോ എൻ്റെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെയോ നേടുകയാണെന്നുള്ള ചിന്ത. സത്യത്തിൽ ആ കുഞ്ഞുങ്ങൾ വളരുന്നത് ഒരു ജയിലില്ല. പുറത്തെ ഓരോ ആക്ടിവിറ്റീസിലും അവർ ഏർപ്പെടുന്നില്ല. ഒരു മൊബൈലും കൊടുത്ത് ഒരു വീടിൻ്റെ ഒരു മൂലക്കിരുത്തും. എന്നിട്ട് അത് സംഭവിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ വലുതാവുമ്പോഴും മാതാപിതാക്കളെ മക്കളും തിരിച്ചറിയത്തില്ല. അപ്പോൾ മാതാപിതാക്കൾക്ക് പറയാനൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓടിയില്ലേ, അധ്വാനിച്ചില്ലേ, വീട് നേടിയില്ലേ, കാറ് മേടിച്ചു തന്നില്ലേ. പക്ഷേ മക്കളോട് ചോദിച്ചാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അനേകരുടെ വിഷയങ്ങൾ കേട്ടിട്ടുള്ളത്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇതൊന്നും ആയിരുന്നില്ല വേണ്ടത്, അപ്പനെയായിരുന്നു അമ്മയായിരുന്നു, അത് ഞങ്ങൾക്ക് അവർ തന്നില്ല. അവർ ഞങ്ങൾക്ക് കാശ് തന്നു. പിന്നെ മക്കളും ജോലി ചെയ്ത് തിരിച്ചവർക്ക് കാശ് കൊടുക്കും. ഇതൊന്നല്ലേ മറ്റൊരു തരത്തിൽ മനുഷ്യനെല്ലാം തടവറയില്ല. എന്തിൻ്റെ? അത്യാഗ്രഹത്തിൻ്റെ തടവറയിൽ, ദ്രവ്യാഗ്രഹത്തിൻ്റെ, കോപത്തിൻ്റെ, കയ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഒക്കെ തടവറയിലാണ് പലരും. ഈ മതിൽക്കെട്ട് പൊളിച്ചു പുറത്തു വരണമെങ്കിൽ തനിയെ നടക്കത്തില്ല. പാരമ്പര്യമായി കൈമാറി വന്ന പാപ സ്വഭാവങ്ങളുണ്ടാകാം, പാപ ജീവിത ശൈലികളുണ്ടാകാം. ഇതിനകത്തൊന്നും പുറത്തു വരാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. വചനം പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പം യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ. രണ്ടാമത്തെ കടമ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ, നയിക്കപ്പെടുവാൻ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുക. ദൈവവചനം അനുസരിക്കുവാൻ നമ്മൾ സന്നദ്ധത പ്രകടിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ
ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിത ശൈലിയിലേക്ക് ഒരുവൻ മാറ്റപ്പെടുവാനിടയാകും. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. അതെ, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയും ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം വെളിപ്പെടുന്നത്. അവിടെയാണ് യഥാർത്ഥമായ അനുഗ്രഹം, സന്തോഷം വെളിപ്പെടുന്നത്. അല്ലാത്തതൊന്നും സ്വാതന്ത്ര്യമെന്നും പറഞ്ഞു വരുന്നു. വലിയൊരു വെളിച്ചം കണ്ടു. സ്വാതന്ത്ര്യമെന്ന് ഇന്ന് ലോകം പേരിട്ട് വിളിക്കുന്നത് ഒന്നും സ്വാതന്ത്ര്യമല്ല, അതൊരു വലിയ തടവറയാണ്. എന്നാൽ ചോദിക്കുക, ഇന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനോട് തന്നെ അവൻ്റെ സ്വന്തം ശക്തിയാൽ ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റുമോ? മദ്യപാനാസക്തിയിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമോ? അവൻ്റെ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമോ? എത്ര പ്രഷർ ചെലുത്തി അവരിൽ നിന്ന് ആ ഒരു കാര്യം മാറ്റാൻ ശ്രമിച്ചാലും അവർക്ക് എന്തായാലും അതിനെക്കുറിച്ചുള്ള ചിന്ത കടന്നു വരും. ആ ചിന്ത ഇല്ലാതാക്കണമെങ്കിൽ തീർച്ചയായിട്ടും പൈസാത്മാവിൻ്റെ ഒരു സപ്പോർട്ട് ഒരു കുഞ്ഞിൻ്റെ മൊബൈൽ ഫോൺ മേടിച്ചു എന്നും പറഞ്ഞു പോയി സൂയിസൈഡ് ചെയ്ത കഥ ന്യൂസിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം തനിയെ ആർക്കും നമ്മെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അനേകർ ഒരു തടവറയില്ല. ഇതിനകത്തുനിന്ന് പുറത്തു വരണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഒരുവനെ കൊണ്ട് പറ്റത്തില്ല. സ്വന്തം ബുദ്ധിയാലോ സ്വന്തം ശക്തിയിലോ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവസന്നിധി സറണ്ടർ ചെയ്യുക. കർത്താവേ, എനിക്കൊരു സ്വാതന്ത്ര്യം വേണം. ഞാനിന്നായിരിക്കുന്ന തടവറയിൽ നിന്ന് എന്നെ വിടുവിക്കണം. ഇന്നലെ വരെ യഥാർത്ഥമായ ഇപ്പം ജയിലിൽ ജീവിക്കുന്ന ജയിൽ പുള്ളികളോട് ചോദിച്ചാൽ അവർ പറയും നല്ല ആഹാരം കിട്ടുന്നുണ്ട്, അവിടെ ജോലി ചെയ്ത ശമ്പളം കിട്ടുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. അവനവിടെ ഒരു ഇടപഴകി ഒരു ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ അവനത് സ്വർഗമായിട്ട് തോന്നും. അവൻ പറയാം അത് സ്വാതന്ത്ര്യമാണ്. പക്ഷെ എന്നാണോ ആ കൂട് വിട്ട് അവൻ പുറത്ത് വന്ന് പുറത്തെ സ്വാതന്ത്ര്യം കാണുന്നത്, അന്ന് അവൻ തിരിച്ചറിയും ഞാൻ നീണ്ട വർഷം എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, ഞാനൊരു തടവറയിലായിരുന്നു. അപ്പോൾ ജയിലിൽ ഭക്ഷണമുണ്ടായിരുന്നു, നമുക്കിപ്പോൾ നോക്കിയാൽ കാവൽക്കാർ പോലീസുകാരാന്ന് വരെ പറയാം. പക്ഷെ അവിടെ എന്തോ ഇല്ലായിരുന്നു, യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമില്ല. പക്ഷെ കുറേ നാളുകൾ മുമ്പോട്ട് പോയപ്പോൾ ഇതുമായിട്ട് ഇദ്ദേഹം അങ്ങ് അഡ്ജസ്റ്റായി. ഇന്ന് പലരുടെയും ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു പൊത്തുപൊരുത്ത നിലയിൽ പോകാനല്ല, സ്വാതന്ത്ര്യം. നമുക്ക് സ്വാതന്ത്ര്യം വരുത്താനാണ് കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാകുന്നത്. എപ്പോഴാണ് അപ്പൻ്റെ ഭവനത്തിലേക്ക് മുടിയനായ പുത്രൻ കടന്നു വന്നത്, അപ്പോൾ മുതലാണ് യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യം അവൻ തിരിച്ചറിഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടായി. അതുപോലൊരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധി സറണ്ടർ ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ തടവറയിൽ നിന്നും എനിക്ക് പുറത്ത് വരണം എന്നുള്ള തിരിച്ചറിവ്. ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യുക. അവിടെ അവൻ്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിക്കുവാനിടയാകും. അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുവാൻ നമ്മൾ അവൻ്റെ കാര്യങ്ങളിൽ വിധേയപ്പെടുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുവാനിടയാകും. അങ്ങനെ ഒരുവന് രൂപാന്തരപ്പെടാൻ കഴിയത്തുള്ളൂ. ഒരുവൻ്റെ ജീവിതത്തിൽ അവിടെയാണ് ഒരു വിടുതൽ സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ പല രീതിയിൽ അടിമത്തത്തിലായിരിക്കുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, ആത്മീയമായ സ്വാതന്ത്ര്യമില്ലാത്ത തലമുറകൾക്ക് വേണ്ടി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തടവറയിൽ കിടക്കുന്ന ഞങ്ങളുടെ യൗവനക്കാരുണ്ട്, ഞങ്ങളുടെ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അപ്പാ, അങ്ങയുടെ കരത്തിലേക്ക് നിൻ്റെ മക്കളെ ഏൽപ്പിക്കുന്നു. യഥാർത്ഥമായ സ്വാതന്ത്ര്യം, യേശുവിലൂടെയുള്ള സ്വാതന്ത്ര്യം എൻ്റെ കുഞ്ഞുങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുവാൻ കർത്താവെ നീ ഇടയാക്കണമേ. ഞങ്ങളവരെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ എല്ലാ തടവറയിൽ നിന്നും നിൻ്റെ മക്കൾ വിടുവിക്കപ്പെടട്ടെ കർത്താവേ. കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ കർത്താവേ. വിദ്യാഭ്യാസത്തിലൊരു വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. അവരുടെ ക്യാരക്ടറൊന്ന് മാറട്ടെ കർത്താവേ. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ കർത്താവേ. ദൈവവചനം പറയുന്നത് പോലെ ജീവിക്കുവാൻ, അനുസരിക്കുവാൻ കർത്താവ് ഓരോരുത്തർക്കും കൃപ തന്നാട്ട്. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.